ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളങ്ങനെ ഉടുമ്പൽപേട്ട് എത്തിയിട്ടോ. ആൻസി പുളി തിന്നോണ്ടിരിക്കുകയാണ്. പുളി കിട്ടിയാൽ പിന്നെ ആൻസിന് ഒന്നും വർത്താനം പറയാനും ഒന്നിനും കൂട്ടാൻ പറ്റില്ല. കാരണം തീറ്റയോട് തീറ്റയായിരിക്കും. അന്ന് നമ്മൾ ആന്ധ്രയെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പാണ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയത്. നീ മൊത്തം തിന്നായിരുന്നോ? പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേര് 2-3 കഴിച്ചു കേട്ടോ. ബാക്കി കഴിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 88 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ കേട്ടോ മൂന്നാറിലേക്ക്. അപ്പൊ ഇനി നമുക്ക് നേരെ മൂന്നാർ പോകാം. എവിടെ പോയാലും നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വണ്ടീന്റെ ഭംഗിയുണ്ട്. അത് അതിന്റേതായ ഒരു പവറാണ് വണ്ടിക്ക് അല്ലേ. അതിങ്ങനെ അടിച്ചു പിടിച്ച് ഇങ്ങനെ പോവും. അതിപ്പോ കേരള റോഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് റോഡാണെങ്കിലും അവർക്ക് ഒരു വിഷയമില്ല. KSRTC ഒരേപോലെ പോകുള്ളൂ. പുളിയുടെ മരത്തിന്റെ ഒക്കെ ചോടിന്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടു. എത്ര വർഷമായിട്ടുണ്ടാവും അറിയോ? ഇങ്ങനെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നതിന്റെ കാരണം പുളി പെറുക്കാൻ വേണ്ടിട്ടാ. അടിപൊളി. അതും ഒരു സൈഡിലല്ല, 2 സൈഡിലും. പഴുത്ത പുളി പറിക്കുവായിരുന്നു ഞാൻ തന്നെ. പഴുത്ത പുളിയൊന്നും ഇല്ല. നല്ല വെയിലടിക്കുന്നുണ്ടല്ലോ. സൈഡ് മൊത്തം ഫുള്ള് ചോളാണ് കേട്ടോ. പറക്കാനായി നിക്കുന്നതാന്ന് തോന്നൂലേ. പക്ഷെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചാടി ആൻസി അതെന്താന്നറിയോ? നൊങ്കല്ലേ? നൊങ്കൊന്ന് തിന്നാളെ കള്ളുണ്ട് തോന്നുന്നു. കള്ളല്ല, മറ്റേ അതിന്റെ നൊങ്കിന്റെ ആ നീര് ഒഴിച്ചു തരുമായിരിക്കും. കരിക്കും വെള്ളം പോലെ. സംഗതി നല്ല സാധനം, നല്ല ഗുണമുള്ള സാധനം. 2 സൈഡും പുളി, അതിന്റെ കൂടെ നല്ല കറക്റ്റ് ലെവല് യു ഷേപ്പിലാണ്. എനിക്കത് വണ്ടികൾ തട്ടി ആയിരിക്കും അല്ലേ? അല്ല, നമ്മുടെ മുന്നിൽ പോകുന്ന എന്താ ബക്കറ്റ് കൊടങ്കട. ആ ചേട്ടനെ കാണാനില്ല കേട്ടോ അതില്, വണ്ടി മാത്രമേ കാണാനുള്ളൂ. വണ്ടി കണ്ടാ മതി. അല്ല, ഈ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് വേണം മറ്റുള്ള വണ്ടികൾക്കാർക്ക് കാണാൻ. പക്ഷെ ഇത് നല്ല, ഇത് ഈ പുളിയുടെ കാര്യം ഒന്നും പറയണ്ട, നല്ല വെട്ടി നിർത്തിയേക്കുന്ന പോലെ ഉണ്ട് അല്ലേ. ഇതിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോ ചെറിയ ചാറ്റൽ മഴ വേണം. അതാ അതിന്റെ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴേ ഈ ലോറികളൊക്കെ തട്ടി ഇങ്ങനെ ആയിരിക്കും. ലോറി, ബസ് ഇതൊക്കെ തട്ടിയിട്ട് അങ്ങനെ ആവുന്നതാ. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. അത് ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പ് യു പോലെ ആയിട്ട് നിൽക്കുന്ന കൊട ഇതാക്കി വെച്ചേക്കണ പോലെ. നമുക്ക് എന്തായാലും പോവാം. ഞങ്ങളിവിടെ വണ്ടി ഒന്ന് നിർത്തിട്ടോ, ചായ കുടിക്കാനാണേ. ഇത് കോരങ്ങന്മാരും ഉണ്ടോ ആ കടേൻ്റെ പോക്കത്ത് വന്നിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. പുളി തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പുളി തിന്നാണോ? പുളിയലയോ? ഇനി അങ്ങോട്ട് ഫുള്ള് അത് കണ്ടോ, മലയും ഇതൊക്കെയാണ്. നമ്മളിനി കേരളം കയറാൻ പോവാണ്. മൂന്നാറിലേക്ക്, മറയൂരിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. പോയി ചായ കുടിക്കാം അല്ലേ? അവിടെ ചായ ഉണ്ടോന്ന് അറിയില്ല, ചോദിച്ചോക്കാം. 2 പേര് ഞങ്ങൾ വന്നപ്പോ തൊട്ട് ഞങ്ങളോട് കളിയാ. ചായ കുടിച്ചാ? ചായ സാപ്പിട്ടാ? ചായ ടീ വേണ്ട? പിള്ളേർക്ക് മുട്ടായി മതി അല്ലേ? വേണ്ട? അതെന്താ വേണ്ട? സാപ്പിട്ടാച്ചാ? ശരി, ടിൻസാന്ന് തോന്നുന്നു. പിള്ളേരവിടെ തന്നെ നിർത്തിട്ടോ. ഞങ്ങളപ്പോൾ 2 ചായ പറഞ്ഞു. ചായൻ്റെ കൂടെ എനിക്ക് ഇങ്ങനത്തെ ഒരു കേക്കും ആൻസിക്ക് ഒരു ബിസ്ക്കറ്റും. ഇനി എന്താ അറിയോ, ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കിട്ടിയല്ലോ. അപ്പോൾ ഒരു ചായ ചുമ്മാ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ മുട്ടായിയാണ് തിന്നണേ? സ്വീറ്റ്സ് സാപ്പിടുறீங்களா? ആമാ. ടാറ്റാ. അപ്പോൾ ഇത് അവിടെയാണ് കേട്ടോ ചെക്ക് പോസ്റ്റ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 മിഠായി മേടിച്ചെടുത്തു. അതാ പിള്ളേർക്കൊരു വല്ലാത്ത സന്തോഷം. എടി, നീ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് മിഠായി കൊടുക്കൂല, അപ്പോൾ അങ്ങനെ കൊടുക്കാമോ? പല്ലൊക്കെ പോകും ഇതുങ്ങളെ അല്ലേ? പല്ലൊക്കെ പോവില്ലേ? എന്നാ പോവാ. അവിടെ നിർത്തണം തോന്നുന്നല്ലോ, ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. എന്താണാവോ, പോയി നോക്കാം. നമ്മൾ കേരളത്തിലേക്കല്ലേ കയറുന്നത്. പ്ലാസ്റ്റിക് അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ, അത് അടയ്ക്കാൻ വേണ്ടി പോവാണേ. ഞങ്ങൾ അടയ്ക്കാണ്ട് പോവേ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഒറ്റ താത്ത പുള്ളി ഇവിടെ നിന്നിട്ട് കണ്ടോ, അവിടെ വന്നിട്ട്
അവിടെ നിന്നിട്ടാണ് അവർ അതിൻ്റെ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ എൻട്രി ഫീ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ തമിഴ്നാടിൻ്റെ ആണ് കേട്ടോ നമ്മൾ അടയ്ക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിൽ കയറും. പക്ഷെ നമ്മളെന്നാലും അടയ്ക്കണം. ചേട്ടാ ഒന്ന് തമിഴ്നാട്ടിലേക്ക് കയറുന്നതിൻ്റെ ആണോ? തമിഴ്നാട്ടിൽ കയറുന്നതിന്റെ അല്ല, പിന്നെ ഈ ഫോറസ്റ്റിൽ കയറിയല്ലേ. ഫോറസ്റ്റിൻ്റെയാ? ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ കയറുന്നതിൻ്റെ. തമിഴ്നാട്ടിൽ കയറുന്നതിൻ്റെ അല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി തമിഴ്നാട്ടിൽ കൂടി അടി പോണേ. ആ ശരിയാണല്ലോ അല്ലേ. നമ്മള് ഫോറസ്റ്റ് കയറുന്നതിന്റെ ആണ് അല്ലേ. ഫോറസ്റ്റ് അത് വേറൊരു കാര്യം. ഉറപ്പ് വരുത്താൻ വേറൊരു കാര്യമുണ്ട്. കയ്യിലാ പേപ്പർ ഉണ്ടല്ലോ അല്ലേ. പേപ്പർ ഉണ്ട് കയ്യില്. എന്നിട്ട് വണ്ടിയും കൂടെ ഓടിക്കണേ. വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. ആ പേപ്പറിൽ കറക്റ്റ് വായിച്ചു നോക്കി അറിയാം. ഇതെന്താന്നറിയാം? എത്ര രൂപയാണ്? ടൈഗർ റിസർവ്. ഇത് ഫോറസ്റ്റിൽ കയറുന്നതിന്റെ 50 രൂപ. 50 രൂപ അല്ലേ. ബൈക്കിന് 20, വലിയ വണ്ടിക്ക് 100. അങ്ങനെയാ. വലിയൊരു പൈസ ആയിട്ട് പറയാൻ പറ്റില്ല. പറ്റും. നമുക്ക് കർണാടക കയറുമ്പോൾ 20 രൂപ ഉള്ളൂ. ശരിയാണല്ലോ. ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല വണ്ടി. അങ്ങനെയുണ്ടോ? ആന ഇതൊക്കെ വരുന്ന വഴി ആയതുകൊണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലേക്ക് കയറുവാന്നല്ലേ. ഞാൻ അകലേന്ന് ചെക്ക് പോസ്റ്റ്, ആ ചായക്കടേന്റെ അടുത്ത് ചെക്ക് പോസ്റ്റ് കണ്ടപ്പോ എന്റെ വിചാരം ഇത് കേരളത്തിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മള് കേരളത്തിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റ് ആയിട്ടില്ല, ആവുന്നുള്ളൂ. അത് പക്ഷെ ഫോറസ്റ്റുകാരൻ കൂടെ ഉണ്ട്. അവിടെ എന്തോ വിളക്കെന്തോ വെക്കുന്ന അവര്. അങ്ങനെ എന്തോ സെറ്റപ്പ്. ഞാനും വിചാരിച്ചു സിഗരറ്റ് വലിക്കാം. നേരെ വിടാം. മറയൂര് നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്താലോ? മറയൂര് നിക്കാം അല്ലേ? ഫുള്ള് വലിയ വലിയ മലകളാണല്ലേ രണ്ട് സൈഡിൽ കൂടി. പിക്കപ്പുകാരനൊക്കെ എന്താണോ കാണിക്കണത്. വേറെ എങ്ങോട്ടോ പോവാൻ തോന്നുന്നു. അതെ. ഇത് ഫോറസ്റ്റിൽ കൂടി ആയതുകൊണ്ടാണോ ഇത്രയും ചെറിയ വഴി? എനിക്കതാ തോന്നുന്നത്. സാധാരണ നമ്മുടെ എവിടെയൊക്കെ മുത്തങ്ങയിലൊക്കെ വലിയ വഴിയാ. ഈ ചേച്ചിമാരെ കണ്ടോ? ഇവര് പളനി പോകുന്നവരാണ്. അവര് കാട്ടിക്കൂടെ ഒക്കെ നടന്നു പോണല്ലേ. ശീലമായിട്ടുണ്ടാവും. കുറെ വർഷങ്ങളായിട്ടൊക്കെ ചിലര് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പോകുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ കാലിൽ ചെരുപ്പിടാണ്ട് പോകുന്നതാണ്. ഇത്രയും ദൂരം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. മലയാറ്റൂര് പോകുന്നവരൊക്കെ അങ്ങനെ തന്നെയാ. അതേപോലെ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു രാത്രി വണ്ടി വിടില്ലായിരിക്കും. അല്ല, അതിരാവിലെ സമയത്തൊക്കെ വരുവായിരുന്നെങ്കിൽ നല്ല മൃഗങ്ങളെ കാണായിരുന്നു അല്ലേ. ആനയും എല്ലാം വരുന്ന വഴിയൊക്കെ കാണാം. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കൊരു കുരങ്ങനെ പോലും കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് വലിയ പുഴയാണല്ലോ. അതെ, ഇപ്പുറ സൈഡിലുണ്ട്. നല്ല രസമുണ്ടല്ലോ കാണാൻ. കാടിന്റെ നടുക്കൊരു പുഴ. ആനിമൽ ടൈഗർ റിസർവ്. ആനമലൈ ടൈഗർ റിസർവ് ആണ് ഇതിന്റെ പേര്. ആനോ? ആനമലൈ. ആരും കണ്ടില്ല, കൊരങ്ങനെ പോലും കണ്ടില്ല. പക്ഷെ നല്ലൊരു പച്ചപ്പ് അതിന്റെ നടുക്ക് കൂടി നമ്മളിങ്ങനെ പോണ കേട്ടോ. അടിപൊളി കേട്ടോ. ഷാർമാടി ഇരിക്കുന്ന കണ്ടോ. സംഭവം പൊളിയാലേ. നല്ല നോക്ക്. ഇപ്പൊ മഴയൊന്നും റോഡിന്റെ സൈഡ് നോക്കിയാൽ ചില സ്ഥലങ്ങള് എനിക്കൊന്ന് ഒഴുകി വെള്ളം ഒഴുകിയിട്ട് കട്ടിങ് ചെയ്തേക്കുന്നുണ്ടോ. എന്നാ കട്ടിങ് അല്ലേ. അതും ഇട്ടേക്കുന്ന വലിയ വലിയ ഹമ്പുകളാ. വലിയ ഹമ്പ. അത് നമ്മൾ ഈ മൃഗങ്ങൾക്ക് ഇങ്ങനെ വരുന്ന വഴികളായിരിക്കും. അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ കാണാം. ഇപ്പൊ വല്ല കാടിനുള്ളിലൊക്കെ ജീവിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതല്ലേ, അത് ഈ ഫോറസ്റ്റിലെ ഡ്യൂട്ടിക്കാരുണ്ട്. അവർക്കൊക്കെ ഇവിടെ ചെറിയ ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യാ. ഈ റൂട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എപ്പോ വന്നെന്ന് അറിയാം. രാവിലെ വന്നു. അപ്പൊ ആനേനെയൊക്കെ കാണാൻ അതിരാവിലെ വന്ന ആനേനെയും ഇതിനെയൊക്കെ കാണാം. അത് ലോറിയല്ലേ വരുന്നേ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൈഡാക്കി കൊടുക്കാം. നമുക്ക് സൈഡ് നോക്കിയിട്ട് വേണം നമ്മൾ സൈഡാക്കാൻ. അല്ല, ഇവിടെ വലിയ കുഴപ്പമില്ല. അതാ ഞാൻ പിന്നെ അങ്ങ് ഇറക്കാന്ന് വിചാരിച്ചേ. കേരള ചേട്ടനാ. പോട്ടെ. ചേട്ടനും കൂടി പോയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോവാൻ. അല്ല, വീട്ടിലോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഫുള്ള് എന്തിന്റെയൊക്കെയോ നല്ല കാൽപ്പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ ആന വന്ന് പോയിട്ടുണ്ട്. പോനെ മിസ്സായല്ലോ. ഇപ്പൊ വന്ന് പോയിട്ടേ ഉള്ളൂ. കാരണം ആ ചെടി പോലും ഒന്ന് ലെവലായിട്ടില്ല. മിസ്. ഇനി ഇവിടെ എങ്ങാനും ഉണ്ടോ? അതൊരു നഷ്ടായില്ലേ. നഷ്ടാണ്. പക്ഷെ കണ്ടോ, കാടൊക്കെ നന്നായി ഇളക്കി മറച്ചു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. യോഗ അമ്മണിയെ പായങ്ങ് മടക്കിയാളി വേണ്ട. നല്ല വലിയ യോഗം ഒന്നും അല്ല ആനനെ കാണാന്നുള്ളത്. അത് വേറൊരു വേണ്ട. ഇതുണ്ടോ, ഒരു മയിലിനെ കണ്ടു കേട്ടോ ഞങ്ങള്.
ഫുള്ള് പീലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ചെറുക്കനാ ചെറുക്കനാ. ആ ഇവിടെ എന്താ ഫോറസ്റ്റ് കഴിയുവാണെന്ന് തോന്നുന്നു. ഫോറസ്റ്റ് കഴിയുവാണോ? ഇത്ര ഉണ്ടോ? ഇതൊന്നും മുള്ളു ചെടിയാണോ? ഓ അവിടെ ഫുള്ള് മയിലേട്ടേ. പറ്റുമെന്ന് എനിക്കറിയില്ല. ഫുൾ മയിലാണെന്ന് എനിക്കറിയാം. ഏയ് പോകാനൊന്നും പറ്റില്ലായിരിക്കും. ഇതൊക്കെ അവരുടെ തന്നെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് മയിലിട്ടോ, കുറേ എണ്ണം ഉണ്ട്. സംഭവം കൊള്ളാം. അതാണ് ആ ഒരു വീട് പോലെ കണ്ടോ അവിടെ? അവിടെ അതിന്റെ ഉള്ളിൽ ഫുള്ള് മയില്. ഇതെന്താണ് ഈ പാലത്തിന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം? ഇതാണോ ഷാജിപ്പാപ്പൻ വന്ന പാലം? താഴെ വലിയൊരു പുഴ. മൂന്നാറിലേക്ക് 59 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ കേരളയിൽ കയറി അല്ലേ? അങ്ങനെ ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ, എവിടെ പോകുന്നു എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ അണ്ണാനൊക്കെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിന്റെ ഫോറസ്റ്റ് കൂടി പോലെ. എനിക്ക് ആ തോട് കണ്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. സംഗതി ചിലപ്പോ കേരളത്തിലേക്ക് നമുക്ക് സാധാരണ നമ്മുടെ അവിടെയും കേരള തമിഴ്നാട് അതിർത്തി ഉണ്ടല്ലോ, നമ്മുടെ താളൂര്, അവിടെ ഇതേപോലെ ഒരു തോടുണ്ട്. അതാ കഴിഞ്ഞിട്ടാണ് നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറുന്നത്. അതേപോലെ ഇതും അതേപോലെ കള്ളിമുള്ളി ചെടി പോലത്തെ ഒരു വലിയ ചെടി കണ്ടോ? എന്താ ആണോ? അങ്ങനെയല്ല വലിയത്, അതെ പഴയ സാധനമായിരിക്കും. പഴങ്ങി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊരു ആനേനെ കാണാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ നിന്നെങ്കിലും ഒരു ആനേനെ കാണാൻ പറ്റുന്നല്ലേ? പോയി നോക്കാം. ഇപ്പൊ നമ്മൾ അടുത്തത് ചിലപ്പോഴേ പക്ഷെ ഒരു ചിന്നാർ, നമ്മുടെ ചിന്നാടന്റെ ചിന്നാറാണോ? ഇവിടെ മാനൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഷാജിപ്പാപ്പാന്റെ മാനെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ വേറൊരു കാര്യം ഓരോ സ്ഥലത്തും പലതരം ചെടികളുണ്ടാവും. കാരണം എന്താണെന്നറിയോ? ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചെടികളാണ് കൂടുതലുണ്ടാവുക. ചേട്ടന് ഈ ബൈക്ക് സ്കൂട്ടി കൂടെ പോകാൻ പേടിയില്ലേ? പിന്നെ പകലൊന്നും പേടിക്കണ്ട, രാത്രിക്കല്ലേ വിഷയമുള്ളൂ. നമുക്ക് പോവാം. ഇതുണ്ടോ ഇവിടുന്ന് വെമ്പര ഒരു കൊക്കയാണ് താഴേക്ക്. അത് വലിയ വലിയ മലകളാട്ടോ ഈ കാണുന്ന മുഴുവൻ. അങ്ങറ്റത്തേക്ക് കാണുന്ന അടിപൊളി, നല്ല കൊള്ളാം. താഴേക്കൊക്കെ കാണുമ്പോൾ പേടിയാണ്. ഒരുതരം വലിയൊരു കുഴി, താഴേക്ക് ഇങ്ങനെ പോയതാന്നുള്ള രീതിയിലുള്ള വലിയ വലിയ കുഴികളൊക്കെ. അങ്ങനെയല്ല, വമ്പൻ കുഴികളെ. ചേട്ടാ വലിയ വലിയ വളവുകളും സൂക്ഷിച്ചു കണ്ടൊക്കെ. ചില ചേട്ടന്മാര് ഈ വളവൊന്നും ഒരു ഇതുമില്ല, ഒരു വിഷയമില്ല, ഓടിക്കലാണ്. സ്ഥലം എന്തായാലും കൊള്ളാട്ടോ. ഒരു വെള്ളച്ചാട്ടം കണ്ടോണ്ട് നിർത്തിയതാണ്. ഇത് കണ്ടോ? ഇത് പൊളിച്ചു കേട്ടോ. ഇച്ചിരി വെള്ളമുള്ളൂ, പക്ഷെ അടിപൊളി വ്യൂ അല്ലേ നോക്കി വെള്ളിലേക്ക് നോക്കി. അത് പൊളിച്ചു. കുറഞ്ഞ വെള്ളം ഒഴുകുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ താഴേക്കൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന വഴിയാട്ടോ. കണ്ട ചെറിയൊരു വഴി, ചെറിയൊരു വെള്ളച്ചാട്ടം. പോവാം. അധികം നേരം ഇവിടെ നിന്ന് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലേ വല്ലോ ആനയൊക്കെ വന്ന ഫാൻസേ അത് സൂപ്പറാടി, രസമുണ്ട്. ചെറിയ വെള്ളച്ചാട്ടം, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതുണ്ടോ, ഞങ്ങളൊരു ശബ്ദം കേട്ടിട്ട് നിർത്തിയതാ കേട്ടോ. ഈ താഴെ കൂടി ഒഴുകുന്നുണ്ടോ, വെള്ളമാണ് കേട്ടോ. ഇതൊരു പുഴ കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല വെള്ള കളറ്, പക്ഷെ വലിയ ക്ലിയർ ആവുന്നില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ അമ്മ മലകൾ അടുത്ത് കൂടിയൊക്കെ. ഇത്തിരി കൂടെ അങ്ങോട്ട് പോയി നോക്കിയൊക്കെ കാണുമോ നോക്കാം. വണ്ടി വരുന്നുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. ഇല്ല അങ്ങനെ കാണില്ല. എവിടെയെങ്കിലും വണ്ടി നിർത്തി കാണിച്ചു കാണാം. ഇതാട്ടോ ആ തോട് പുഴ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞത്. വമ്പൻ ഇതായിട്ടാട്ടോ ഒഴുകുന്നേ. ഇത് കണ്ടോ, അടിപൊളി. എന്താ ഓൾ ദ ബെസ്റ്റ് എന്നാ. ഫുള്ള് വമ്പൻ പുഴയാട്ടോ ഏട്ടേ. പക്ഷേ
ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലൊക്കെ പിറക്കി. ഇത് ഒരുമാതിരി കൊക്ക പോലത്തെ സ്ഥലം കേട്ടോ. ഞാൻ നൈസ് എന്നാൽ വേഗം കണ്ടിട്ട് പോ. ഞാനിവിടെ കയറുക, എനിക്ക് പേടിയാ. അടിപൊളിയാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ ഒരു കാലിനൊരു വിറയൽ പോലെ. പൊളിയാ, പക്ഷെ കാല് വിറയ്ക്കുന്നില്ലേ? എനിക്ക് വിറക്കുന്നുണ്ട്. വാ പോവാ. വമ്പൊരു വെള്ളച്ചാട്ടാണ്, നല്ല ഭംഗിയുണ്ട്. അത് ഫുള്ള് കാടിന്റെ നടുക്ക് തെളിഞ്ഞ് കാണുന്ന ഒരു വെള്ളച്ചാട്ടം. അടിപൊളി, കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ഒരു വെള്ളച്ചാട്ടം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് ഫോറസ്റ്റ്, അതിന്റെ നടുക്ക് കണ്ടതല്ലേ. അത് നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം ഇവിടുന്ന് തന്നെ. അപ്പൊ അവിടെയൊക്കെ നിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? പൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊരു വലിയ ഫോറസ്റ്റ് ആണ്. അങ്ങോട്ട് ഓടിയിട്ട് തീരുവോ? പിന്നെ മറയൂര് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വെള്ളം ഒഴുകി വരുന്ന അവിടെ കാണാലോ. അത് കാണത്തില്ല. അത് ചെറിയ ചെറിയ ഇതുപോലെ ഇങ്ങനെ ചാട്ടം പോലെ. ശരിക്കും ഇവിടെ ഇങ്ങനെ താഴേക്ക് നോക്കി നോക്കി ഒരു തരം ടെൻഷൻ പോലെ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഒഴുകുന്നതായിട്ട് ഇവിടെയൊക്കെ കുഞ്ഞതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് പക്ഷെ എന്തോ ഒരു ഫീല് സൈഡിലോട്ട് നോക്കുമ്പോഴേ. ഇവിടെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. എന്താണ്? കരിമുട്ടി വെള്ളച്ചാട്ടം. ഇതുണ്ടോ? ഇതാണ് വെള്ളച്ചാട്ടം. അത് നിർത്തിയെന്ന് തോന്നുന്നു. അടിപൊളി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ വെള്ളച്ചാട്ടാണ് കേട്ടോ അവിടെ കാണുന്നത്. വണ്ടി അവിടെ ഇപ്പൊ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. സ്വാമി കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അങ്ങോട്ട് വേഗം പോവാം. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ആ ടിക്കറ്റ് എടുത്തിട്ട് ഈ കൂടെ ഇങ്ങനെ പോയി ആ വെള്ളത്തിന്റെ അടുത്ത് വരെ പോവായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ പാടില്ല, ഇപ്പൊ പക്ഷെ പറ്റില്ല. സമ്മ വെള്ളം കൊള്ളാം. അതില് വെള്ളം കൊള്ളാം. അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. കൊള്ളാം. അപ്പോൾ കരിമുട്ടി വാട്ടർഫാൾസിൽ നിന്ന് ഞങ്ങൾ പോവുകയാണേ. ഇതെനിക്ക് തോന്നുന്നു ഈ ഹോം സ്റ്റേയിൽ വന്നാൽ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാം കേട്ടോ. അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. ഇതേതോ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഓ, ആ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടോ? ആ വഴി കൂടി വെള്ളം ഒഴുകിയിട്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഐസാ? ആ, അതിനാണ് നീ അമ്മയെന്ന് വെച്ചാൽ. ഞാൻ വിചാരിച്ചു വേറെന്തോ പ്രശ്നമായിരിക്കും അത്. എന്തായാലും കയറ്. അങ്ങനെ ഞങ്ങൾ മറയൂരെത്തി കേട്ടോ. മറയൂര് ഞങ്ങൾ ആദ്യം ഒരു പമ്പ് കണ്ടു. അവിടെ നിർത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് 24 മണിക്കൂർ പമ്പല്ലാന്നല്ലേ. 24 മണിക്കൂർ പമ്പല്ലാന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂന്നാറിന് പോകുന്നില്ല അല്ലേ? മൂന്നാറിന് നമുക്ക് നാളെ പോവാം. നാളെ, കാരണം എന്താ വെച്ചാൽ അതൊരു ഇനിയും ഒരു ഇത് കിലോമീറ്ററിന്റെ അടുത്ത് പോകണം. അതൊരു അതായത് ചന്ദനത്തിന്റെ ഫോറസ്റ്റ് ഉണ്ട്, ചന്ദനമര ഫോറസ്റ്റ്. അതിന്റെ ഉള്ളിൽ കൂടെ ഇനി കുറെ പോകണം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് നാളെ കാന്തല്ലൂരും മറയൂരും നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും പമ്പ് ഉണ്ടോന്ന് ഇങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതൊരു പള്ളിയാണല്ലോ അല്ലെ? എന്താണ്? നല്ല പള്ളീന്റെ മുറ്റത്ത് നിർത്താൻ പറ്റുമെന്ന് ചോദിക്കാണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വണ്ടി സൈഡാക്കിട്ടോ. ഇപ്പോൾ കുറേ വണ്ടികളുണ്ട് ഇന്ന് നമ്മുടെ കൂടെ. രാവിലെ ഉറക്കത്തിൽ തട്ടി ഏൽപ്പിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ പമ്പ് വേറെ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ നിൽക്കുന്ന പമ്പിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ഫുള്ള് മലയും കാര്യങ്ങളൊക്കെ കേട്ടോ. പൊളി വ്യൂ ആണേ. അമ്പാ പൊളിച്ച്. ഇങ്ങോട്ട് കണ്ടോ, അവിടെ മല, ഇങ്ങോട്ട് നോക്കിയാലും മല. പക്ഷേ വേറൊരു കാര്യം, ഇവിടെയൊക്കെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ ഒരു ഭാരത് പെട്രോളിയാണ്. അപ്പം എന്തായാലും ഇവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ പണി പാളും. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറ്റിയിടണം. അവിടെ ഇട്ടാലും വിഷയമാണ്. റോഡ് സൈഡിൽ അങ്ങനെ കിടക്കുന്ന അത്ര സേഫല്ല. ഇത് പിന്നെയും കുഴപ്പമില്ല. ആൻസി, ഇവിടെ തന്നെയാണ് കുറച്ചും കൂടി നല്ലതേ. അല്ലെ പിന്നെ റോഡ് സൈഡിൽ കിടക്കേണ്ടി വരും, അത് പാടാ.
ഇവിടെ തന്നെ മതി അല്ലേ? രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ച് എണീക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഈ തണുപ്പത്ത് പുറത്ത് അത്യാവശ്യം തണുപ്പായി. ഇറങ്ങി നോക്ക്. ആണോ? കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. എന്റെ പൊന്നാൻസി എങ്ങനെയുണ്ട്? രക്ഷയില്ല എൻ്റെ അമ്മൂ. വെള്ളം ആദ്യം ഒരു 2 കപ്പം കുടിക്കുമ്പോഴുള്ള വിഷയമുള്ളൂ. നല്ല ഐസ് വെള്ളം. തണുപ്പുണ്ടോ? ഉണ്ടോന്ന് മാത്രം നീ ചോദിക്കരുത്. ഇങ്ങനെ പളനി പോകുന്നവരാണോ? പളനി പോകുന്നവര്. ഒരു പണിയേ. അയ്യോ, ആ അമ്മയ്ക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. അവര് ലിഫ്റ്റ് അടിച്ച് വന്നതാന്ന് തോന്നുന്നു കേട്ടോ. കൊറേ ആൾക്കാരുണ്ട്. നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? തണുപ്പിച്ചിട്ട് കൂടും. അതാണ് ഒരു വിഷയം. ആൾക്കാർ കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ടേ. എന്നാ നമുക്കേ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാം. മതി അല്ലേ? ഓക്കെ, എന്നാ നീ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കിടക്കൂല ഞങ്ങൾ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ തല വെച്ചേക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ വണ്ടീൻ്റെ എഞ്ചിൻ വരുന്നത്. അപ്പോൾ എഞ്ചിൻ അവിടെ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ വണ്ടി ഓടിയതിൻ്റെ ചൂട് വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ കയറും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്ന് ഉള്ളിൽ കാറ്റൊക്കെ ഒന്ന് കയറി കുറച്ചങ്ങ് തണുത്ത് കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ആക്കുമ്പോൾ ഉണ്ടല്ലോ വേർത്ത് ഒഴുകും ദേഹത്ത് കൂടി. അതെ, ചൂട് കാരണം. അപ്പോൾ അതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ മൂന്നാറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നോടും വരെ ബൈ.